everyone. How are you? Okay, fine. Then which day is today? Yes, today is Wednesday. Which subject is we learn today? We learn today English. Okay. Then നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ ചുറ്റുചുറ്റിന്റെ കുറച്ച് ആക്ടിവിറ്റീസ് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ ചെറിയൊരു ആക്ടിവിറ്റി നമുക്ക് വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അത് മുതൽ നമുക്ക് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കേ. ഓക്കേ, ടേക്ക് യുവർ ടെക്സ്റ്റ് ബുക്ക്. പേജ് നമ്പർ 11 എടുക്കൂ. 11 എടുക്കൂ എല്ലാവരും. ദെൻ നോക്കിയേ, ബി വൊക്കാബുലറി ആക്ടിവിറ്റി ആണ്. ഫസ്റ്റ് ആൽഫബറ്റിക്കൽ ഓർഡർ. റീഡ് ദ ഫോളോയിങ് ലെറ്റേഴ്സ് ആൻഡ് വേർഡ്സ്. ഫസ്റ്റ് വൺ നോക്കിക്കേ, BGITY. നെക്സ്റ്റ് നോക്കൂ, NANENINONR. Then third one, sad, sag, sap, sat, so. Okay, BGITY. Okay, in one, G comes after B. G comes after B. G ക്ക് മുമ്പാണ് ഏത് ലെറ്റർ വരുന്നത്? B വരുന്നത് അല്ലേ? നോക്കിയേ, ജിക്ക് മുമ്പാണ് B വരുന്നത്. G comes after B. നോക്കൂ, I after G. ജിക്ക് ശേഷമാണ് I വരുന്നത്. നോക്കൂ, ജിക്ക് ശേഷമാണ് I വരുന്നത്. T after I. ഐക്ക് ശേഷമാണ് T വരുന്നത് അല്ലേ? I ആൽഫബറ്റിക് ഓർഡറിൽ ഐക്ക് ശേഷമാണ് T വരുന്നത്. Y after T. Tക്ക് ശേഷമാണ് Y വരുന്നത് അല്ലേ? മനസ്സിലായോ? നെക്സ്റ്റ് നോക്കിയേ, NANINONR. NAക്ക് ശേഷമാണ് NE വരുന്നത്. നോക്കിയേ, ഈ തന്നിരിക്കുന്ന യൂണിറ്റ്സിലെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത് ഏതാണ്? സ്റ്റാർട്ടിങ് N സ്റ്റാർട്ട്സ് എവരി യൂണിറ്റ്സ്. എല്ലാ യൂണിറ്റ്സിലും എന്താണ് സ്റ്റാർട്ട് ചെയ്യുന്നത്? N ആണ് അല്ലേ? നോക്കിയേ, NE കംസ് ആഫ്റ്റർ NA. NAക്ക് ശേഷമാണ് NE വരുന്നത് അല്ലേ? നോക്കിയേ, NEക്ക് ശേഷമാണ് NI വരുന്നത് അല്ലേ? ഇക്ക് മുമ്പാണ് A വരുന്നത്. അതുപോലെ നോക്കൂ, ഐക്ക് മുമ്പാണ് E വരുന്നത് അല്ലേ? ഐക്ക് മുമ്പാണ് ആൽഫബറ്റിക് ഓർഡറിൽ E വരുന്നത്. ഐക്ക് മുന്നേ E വരുന്നു. നെക്സ്റ്റ് നോക്കിയേ, NONR. ഓക്കെ, തേർഡ് വൺ നോക്കിയേ, സാഡ്, സാഗ്, സാപ്പ്, സാറ്റ്, സോ. സാഡ്, സാഗ്, സാപ്പ്, സാറ്റ്, സോ. SA സ്റ്റാർട്ട്. SAയിലാണ് എല്ലാ യൂണിറ്റ്സും സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ? SA സ്റ്റാർട്ട് ഓൾ ദ യൂണിറ്റ്സ് ബട്ട് SAG sag but sag comes after sad. സാഡിന് ശേഷമാണ് സാഗ് വരുന്നത് അല്ലേ? നോക്കിയേ, എന്തുകൊണ്ടാണ്? ഡിക്ക് ശേഷമാണ് G വരുന്നത്. കണ്ടായിരുന്നോ? നോക്കിയേ, റൈറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ ഇൻ യുവർ നോട്ട്ബുക്ക്. എന്താണ്? കുറച്ച് ലെറ്റേഴ്സ് തന്നിട്ടുണ്ട്. അതിന് ലെറ്റേഴ്സും വേർഡ്സ് ഒക്കെയാണ് തന്നിട്ടുള്ളത്. അത് കറക്റ്റ് ആൽഫബറ്റിക് ഓർഡറിൽ നിങ്ങൾ നോട്ടിൽ എഴുതുക. ഓക്കെ, ടീച്ചർ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. ഫസ്റ്റ് വൺ നോക്കൂ, LCTRF. ഇത് ഓർഡറിലാണോ? ആൽഫബറ്റിക് ഓർഡറിലാണോ ഇത് കിടക്കുന്നത്? അല്ല അല്ലേ? അപ്പോൾ നമുക്കിത് ആൽഫബറ്റിക് ഓർഡറിൽ ചെയ്യാം. നെക്സ്റ്റ് നോക്കി, അതുപോലെ തന്നെയാണ് UMZWN. തേർഡ് നോക്കൂ, ബാറ്റ്, ബാഗ്, ബാക്ക്, ബാഷ്, ബാൾ. നെക്സ്റ്റ് സ്പോക്ക്, ബോട്ട്, വെയിറ്റഡ്, പൗണ്ട്സ്, ഫോർഗെറ്റ്. സ്പോക്ക്, ബോട്ട്, വെയിറ്റഡ്, പൗണ്ട്സ്, ഫോർഗോട്ട്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, നാഗ്പൂർ, ഡൽഹി, ഷിംല, അംബാല, പൂനെ. നാഗ്പൂർ, ഡൽഹി, ഷിംല, അംബാല, പൂനെ. ഇതൊക്കെ ആൽഫബറ്റിക് ഓർഡറിൽ നമുക്ക് നോട്ടിൽ എഴുതാം. ടീച്ചർ അത് കാണിച്ചു തരാം. ഓക്കെ, എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് ടീച്ചർ കാണിച്ചു തരാം. ഓക്കെ,
ഓക്കെ, നോക്കിയേ, എല്ലാവരും നോട്ട് എടുക്കൂ. ഇത് ടീച്ചർ എഴുതിയിരിക്കുന്ന ഓർഡറിലാണ് എഴുതാനുള്ളത്. നോക്കിയേ, റൈറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ് ഇൻ ആൽഫബറ്റിക്കൽ ഓർഡർ ഇൻ യുവർ നോട്ട് ബുക്ക്. നോക്കിയേ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ LCTRF. കണ്ടല്ലോ, ഇതെങ്ങനെയാണ് ആൽഫബറ്റിക് ഓർഡറിൽ? ആദ്യം ഏതാണ് വരുന്നത്? CFLRT. ഓക്കെ, CFLRT. മനസ്സിലായല്ലോ? ഇതുപോലെയാണ് എഴുതേണ്ടത്. നെക്സ്റ്റ് നോക്കൂ, UMZWN. അതെങ്ങനെയാണ് ഓർഡറിൽ, ആൽഫബറ്റിക് ഓർഡറിൽ വരുമ്പോൾ? M ഫസ്റ്റ് വരും, then NUWZ. Third one, bat, bag, back, bash, ball. എങ്ങനെയാ ഓർഡർ? ഫസ്റ്റ് ബാഗ്, ബാഗ്, ball, bash, bat. Okay. Fourth one, spoke, bought, waited, pounds, forgot. കറക്റ്റ് ഓർഡറിൽ എങ്ങനെയാണെന്ന് നോക്കിയേ. bought, forgot, pounds, spoke, waited. Then next one, Nagpur, Delhi, Shimla, Ambala, Pune. എങ്ങനെയാണ് ആൽഫബറ്റിക് ഓർഡറിൽ വരുമ്പോൾ? എയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ആദ്യം വരും അല്ലേ? അംബാല, ഡൽഹി, നാഗ്പൂർ, പുനെ, ഷിംല. ഓക്കെ, ലിസൺ. ഓക്കെ, പേജ് നമ്പർ 15 എടുത്തേ, 15 എടുത്തേ. സൗണ്ട് ആൻഡ് സ്പെല്ലിംഗ്. സൗണ്ട് ആൻഡ് സ്പെല്ലിംഗ്. ക ഓർ ക, ക ഓർ ക. നോക്കിയേ, ഇനി നമുക്ക് കെ വരുമ്പോൾ ക എന്നും CK വരുമ്പോൾ ക എന്ന് നമ്മൾ സ്ട്രെസ് ചെയ്ത് പറയണം. ഓക്കെ, നമുക്ക് ഏതൊക്കെയാണ് അതിൻ്റെ വേർഡ്സ് എന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് കെ വരുമ്പോൾ നോക്കൂ, വീക്ക്, വീക്ക്. കണ്ടോ, വീക്ക്. ഇനി CK ക വരുമ്പോൾ ലെക്ക്, ലെക്ക്, ലെക്ക്. മനസ്സിലായോ? കെ വരുമ്പോൾ വീക്ക്, വീക്ക്. CK ക വരുമ്പോൾ ലെക്ക്, കുറച്ച് സ്ട്രെസ് ചെയ്ത് പറയണം. ലെക്ക്, ലെക്ക്. മനസ്സിലായോ? ഓക്കെ, നോക്കൂ, ലിസൺ ഹിയർ. ഇനി കെ വരുന്നതും CK ചേർത്ത് എഴുതാൻ കെ ചേർത്തും CK ക ചേർത്ത് നമുക്ക് എഴുതാനുള്ള കുറച്ച് വേർഡ്സ് നോക്കാം. ഓക്കെ, ആഡ് K or CK to the following. കുറച്ച് വേർഡ്സിൻ്റെ കുറച്ച് പകുതി തന്നിട്ടുണ്ട്. അതിൽ നമ്മൾ K ആണോ CK ആണോ ചേർക്കേണ്ടതെന്നാണ് നോക്കേണ്ടത്. നോക്കിയേ, ഫസ്റ്റ് വൺ നോക്കിയേ, WEE ഡാഷ് തന്നിട്ടുണ്ട്. അപ്പം അവിടെ K വരുമോ CK ആണോ ചേർക്കേണ്ടത്? K ആണല്ലേ. വീക്ക്, വീക്ക്. കേട്ടോ, അത്ര സ്ട്രെസ് ചെയ്യണ്ട. K ചേർക്കുമ്പോൾ വീക്ക്. ഓക്കെ, നെക്സ്റ്റ് നോക്കൂ, സെക്കൻഡ് വൺ നോക്കൂ, FRO, ഫ്രോ. ഒരു ഡാഷ്, ഒരു അതായത് ഫില്ല് ചെയ്യാനാണ്. ഫ്രോ, ഫ്രോക്ക്. അതായത് സ്ട്രെസ് ചെയ്ത് നമ്മൾ CK ചേർത്ത് പറയണം. ഫ്രോക്ക്. ഓക്കെ, ഫ്രോക്ക്. ദെൻ അതുപോലെ തേർഡ്, ഫോർത്ത്, ഫിഫ്ത്ത് ഒക്കെ ഇങ്ങനെ നിങ്ങൾക്ക് തന്നെ ഫില്ല് ചെയ്യാനായിട്ടുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പെൻസിൽ യൂസ് ചെയ്ത് വളരെ നീറ്റായിട്ട് ചെയ്യുക. ബാക്കി ടീച്ചർ നോട്ടിൽ എങ്ങനെയാണ് എഴുതേണ്ടതെന്ന് കാണിച്ചു തരാം. ഓക്കെ, then നോട്ട് എടുത്ത് എല്ലാവരും add K or CK to following. ടെക്സ്റ്റിൽ ടീച്ചർ ഇപ്പം പറഞ്ഞു തന്നതാണ്. WEE ഒരു ഡാഷ് ഉണ്ട്. അവിടെ എന്താണ് ഫില്ല് ചെയ്യേണ്ടത്? K ആണോ CK ആണോ? K ഫില്ല് ചെയ്യണം. വീക്ക്, വീക്ക്. കണ്ടോ, ഫ്രോക്ക്. CK സ്ട്രെസ് ചെയ്യണം. ഫ്രോക്ക്. സ്പീക്ക്, സ്പീക്ക്. ട്രിക്ക്, ട്രിക്ക്. ലീക്ക്, ലീക്ക്. took, break, sick, sick. lock, look, brick, brick. check, check. കണ്ടോ, ഇതുപോലെ എല്ലാവരും നോട്ടിൽ നീറ്റായിട്ട് എഴുതി ടീച്ചറിന് സെൻഡ് ചെയ്യുക. ഓക്കെ,
നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കിയേ. വാട്ട് വിൽ യു ഡു ഇഫ് എ സ്ട്രേഞ്ചർ ഓഫേഴ്സ് യു സംതിങ് ടു ഈറ്റ് while you are traveling in a train with your family? അപ്പോൾ നിങ്ങൾ ഒരുപാട് യാത്രകളൊക്കെ പോയിട്ടുണ്ടായിരിക്കും. ഒരു ട്രെയിൻ ട്രാവലിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയായിരിക്കും എന്നുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും എക്സ്പീരിയൻസ് സിമ്പിൾ വേർഡ്സിൽ, സിമ്പിൾ സെൻറ്റൻസിൽ നിങ്ങൾ നോട്ടിൽ എഴുതുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം. ഫൺ ടൈം. ഓക്കെ ഡിയർ സ്റ്റുഡൻസ്, നെക്സ്റ്റ് ഒരു ഫൺ ആക്ടിവിറ്റിയാണ് കേട്ടോ. ഫൺ ടൈമാണ്. നമ്മളിപ്പോൾ ചുക് ചുക് ട്രെയിനിൻ്റെ സ്റ്റോറിയൊക്കെ പഠിച്ചായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊന്ന് ട്രെയിൻ ഉണ്ടാക്കി നോക്കാം. എങ്ങനെയാണ് നോക്കാം. ടീച്ചർ ഫസ്റ്റ് ഒന്ന് വായിക്കാം കേട്ടോ. മേക്ക് എ ട്രെയിൻ ഫോർ യുവർ ഫേവറേറ്റ് ആനിമൽസ്. യു വിൽ നീഡ് കളേർഡ് ഷീറ്റ് pictures of your favorite animals, crayon or colored pencils, glue stick, a pair of scissors, a ruler and a pencil. Use colored sheet to make different rectangular compartments of the train. Draw circles on the sheet and cut them to make wheels. Connect these compartments with the help of a rectangular strip. Paste the pictures of the cartoon characters on the compartment from the back side so that their faces are visible. Your train is ready. നോക്കിയേ, നമുക്ക് എങ്ങനെയാണ് ഒരു ട്രെയിൻ ഉണ്ടാക്കുന്നതെന്ന്. എങ്ങനെയായിരിക്കും? ഫസ്റ്റ് നമുക്ക് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്? കളർ ഷീറ്റ് വേണം, ക്രയോൺസ്, സ്കെച്ച് പെൻസിൽസ്, ഗ്ലൂ സ്റ്റിക്ക്, പെയർ ഓഫ് സിസർ, കത്രിക, സിസർ വേണം, റൂളർ, പെൻസിൽ, ഇത്രയും സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? കളർ ഷീറ്റിൽ അതേ ഒരു ചാർട്ട് പേപ്പർ എടുത്തിട്ട് അതിനെ എന്ത് ചെയ്യണം? കുറച്ച് കമ്പാർട്ട്മെൻറ്റ്സ്, റെക്റ്റാങ്കുലാർ ഷേപ്പിൽ കമ്പാർട്ട്മെൻറ്റ്സ് പോലെ വെട്ടിയെടുക്കുക. പിന്നെ എന്ത് ചെയ്യണം? സർക്കിൾസ്, ഡ്രോ എ സർക്കിൾസ് ഓൺ ഷീറ്റ്. ദാറ്റ് എന്ത് ചെയ്യണം? ഷീറ്റിൽ സർക്കിൾ വരച്ചതിന് ശേഷം അതിൽ കളറൊക്കെ ചെയ്ത് ആ സർക്കിൾ ഷേപ്പ് വെട്ടിയെടുക്കുക. എന്തിനാണ്? അതിൻ്റെ വീൽസിനായിട്ട്. കമ്പാർട്ട്മെൻറ്റായി സർക്കിൾ ഷീറ്റിൽ സർക്കിൾ ചെയ്ത വീൽസായി. ദെൻ അതെന്ത് ചെയ്യണം? കണക്ട് ചെയ്ത് എന്ത് ചെയ്യണം? ഒരു കമ്പാർട്ട്മെൻറ്റ് ഉണ്ടാക്കി റെക്റ്റാങ്കുലർ സ്ട്രിപ്പൊക്കെ ഉണ്ടാക്കി എന്ത് ചെയ്യണം? അതിൻ്റെ ബാക്ക് സൈഡിലായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആനിമൽസിൻ്റെയോ പിക്ചേഴ്സ്, കാർട്ടൂൺ ക്യാരക്ടേഴ്സ് ഒക്കെ ഈ കമ്പാർട്ട്മെൻറ്റിൻ്റെ സൈഡിലായിട്ട് ഇങ്ങനെ പേസ്റ്റ് ചെയ്ത് ഭയങ്കര ഭംഗിയായിട്ട് എല്ലാവരും ഉണ്ടാക്കി ടീച്ചറിനെ കാണിക്കണം കേട്ടോ. നോക്കി, താഴെ ഒരു പിക്ചർ ഉണ്ടോ? ഇതുപോലെ ഉണ്ടാക്കി എല്ലാവരും ടീച്ചറിനെ കാണിക്കണം. ഓക്കെ, പതിയെ സമയമൊക്കെ എടുത്ത് ചെയ്താൽ മതി. ഓക്കെ. Good morning, my dear children. All are fine? Okay. ടീച്ചർ ഇപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത് ഹിന്ദിയാണ് കേട്ടോ. നിങ്ങൾക്കുള്ള ടെക്സ്റ്റ് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് വന്നിട്ടില്ല, എത്തിയിട്ടില്ല. അതുകൊണ്ട് ഒരു സാമ്പിൾ കോപ്പി ടീച്ചറിൻ്റെ കയ്യിലുണ്ട്. അത് നോക്കി ടീച്ചർ ഇപ്പോൾ പഠിപ്പിക്കാൻ പോവുകയാണ്. അത് ബ്ലാക്ക് ബോർഡിൽ എഴുതി ഇട്ടിട്ടുണ്ട് കേട്ടോ. ആ ലെസൺ പഠിച്ചിട്ട് നമുക്ക് നോട്ട്ബുക്കിൽ എഴുതാം, വായിപ്പിക്കാം. അപ്പോൾ ബ്ലാക്ക് ബോർഡ് നോക്കി വായിക്കാം. നോട്ട്ബുക്കിൽ അതിൻ്റെ ഹാർഡ് വേർഡ്സ് കൊണ്ട് അതൊക്കെ എഴുതാം. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. ലെസണിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് വാന. വാന എന്നാണ്. അത് വാന എന്ന് പറയുന്നത് നിങ്ങൾ അറിയാലോ, നിങ്ങൾക്കറിയാമോ? എന്താണ്? What is the meaning of that? Monkey. എന്താണ്? Monkey. അല്ലേ? Okay, please listen here. आम का एक बाग था. आम का एक बाग था. മാംഗോ. ആം എന്ന് പറഞ്ഞാൽ എന്താണ്? മാംഗോ, മാങ്ങ. ഇവിടെ ഒരു തോട്ടം, മാങ്ങ കായ്ക്കുന്ന മരമുള്ള ഒരു തോട്ടം, മാംഗോ ട്രീ ഉള്ള ഒരു തോട്ടം ഉണ്ടായിരുന്നു. ആം ക ഏക് ബാഗ് ഥ. ആം, അതെല്ലാം വായിക്കാൻ അറിയാം. ഓക്കെ. കാ ഏക് വൺ. ബാഗ്, ബാഗ് എന്താണ്? തോട്ടം. ഥ ഉണ്ടായിരുന്നു. ബാഗ് ബഡാ ഖാനാ ഥാ. എന്താണ്? ബഡാ ഖാനാ ഥാ. നല്ല വലിയ ബഡാ, നിബിഡമായ തോട്ടമായിരുന്നു അത് കേട്ടോ. തോട്ടമായിരുന്നു. ബഡാ ഖാനാ ഥാ.
उस जगह एक काला नाव बैठा था। उस जगह एक काला എന്താണ്? ബ്ലാക്ക് അല്ലേ? ബ്ലാക്ക് കളറാണ് കാല. നാഗ്. നാഗ് മീൻസ് എന്താണ്? കേട്ടിട്ടുണ്ടോ? നാഗ് സ്നേക്ക്. എന്താണ്? സ്നേക്ക്. താമസിച്ചിരുന്നു. ഒരു ബ്ലാക്ക് സ്നേക്ക് അവിടെ താമസിച്ചിരുന്നു. ഒരു കാല ഇടയിൽ വന്നു. ശ്രദ്ധിക്കുക, എന്താണ്? ബ്ലാക്ക് കളർ. കാല വാന മങ്കി, കറുത്ത മങ്കി, ബ്ലാക്ക് മങ്കി. डाल पर आम खा रहा था. डाल, what is the meaning of it? डाल, branch of a tree. डाल पर आम खा रहा था. ശിഖരത്തിന് മുന്നിൽ, മലയാളത്തിൽ ശിഖരം. ശിഖരത്തിന് മുകളിൽ, ബ്രാഞ്ചിന് മുകളിൽ മാംഗോ കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. डाल पर आम खा रहा था. Okay, please listen children. Once more to reading. Okay. आम का एक बाग था. बाग बढ़ा खाना था. उस जगह एक काला नाव रहता था. एक काला वानर डाल पर आम खा रहा था. फुल സ്റ്റോപ്പ് ആണ് കേട്ടോ. സ്മോൾ സ്റ്റാൻഡിംഗ് ലൈൻ ആണ് ഇത്. നമ്മുടെ ഹിന്ദിയിലെ ഫുൾ സ്റ്റോപ്പ് ആണ് കേട്ടോ. ഇത് എവിടെയുണ്ട്? ഇവിടെ മുകളിലുണ്ട്. ഫുൾ സ്റ്റോപ്പ് ആണ് കേട്ടോ. ഓക്കെ ചിൽഡ്രൻ, ടീച്ചർ നോട്ട്ബുക്കിൽ അത് വീണ്ടും എഴുതിയിട്ടുണ്ട്. ശ്രദ്ധിക്കുക, നോക്കിയിരിക്കുക കേട്ടോ. ഓക്കെ. वानर. आम का एक बाग था. बाग बैठा खाना था. उस जगह एक काला नाग रखा था. एक काला वानर डाल पर आम खा रहा था. Okay children, all of take your notebook and write first date and day എഴുതണം. Okay. अर्थ लिखो. എന്താണ് अर्थ लिखो? Write the meanings. Okay. First one, आम mango. आम mango. वानर मंगी. वानर मंगी. बाह garden. बाह garden. खाना thick. खाना thick. काला black. काला black. नाग snake. नाग snake. डाल branch. डाल branch. അപ്പോൾ ശ്രദ്ധിച്ചെഴുതി നീറ്റായിട്ട് എഴുതി ടീച്ചറിന് വാട്സപ്പ് ചെയ്ത് തരിക കേട്ടോ. ഓക്കെ, ബൈ ചിൽഡ്രൻ.